അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അനുവാദമില്ലാതെ രക്തബന്ധുക്കളായ ജ്യേഷ്ഠന്റെയോ അനുജന്റെയോ അല്ലെങ്കിൽ മാതാപിതാക്കൾ മാറി താമസിക്കുന്നുണ്ടെങ്കിൽ ആ മാതാപിതാക്കളുടെ വീട്ടിലോ അനുജത്തിയുടെ വീട്ടിലോ അങ്ങനെ അടുത്ത രക്തബന്ധമുള്ള മക്കളുടെ വീടുകളിൽ അവരുടെ അനുവാദമില്ലാതെ പ്രവേശിക്കാമോ എന്ന് ചോദിക്കാറുണ്ട്. നാം മനസ്സിലാക്കേണ്ടത്, നമ്മൾ താമസിക്കുന്ന വീടൊഴികെ ബാക്കിയുള്ള വീടുകളിലെല്ലാം അനുവാദത്തോടു കൂടി തന്നെയാണ് പ്രവേശിക്കേണ്ടത്. വിശുദ്ധ ഖുർആനിലെ സൂറ നൂറിന്റെ 27-ാമത്തെ ആയത്ത് ഉദ്ധരിച്ച് പണ്ഡിതന്മാർ പറയുന്നത്, നമ്മളുടേതല്ലാത്ത ഏത് വീട്ടിലും പ്രവേശിക്കുമ്പോൾ അനുവാദം ഉണ്ടാവണം എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയതായി കാണാൻ കഴിയും. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും, നിങ്ങളുടേതല്ലാത്ത വീടുകളിൽ നിങ്ങൾ പ്രവേശിക്കരുത്. ഹത്താ തസ്തഅനിസു വതുസല്ലിമു അലാ അഹ്ലിഹാ, അനുവാദം ചോദിക്കുകയും അവർക്ക് സലാം പറയുകയും ചെയ്യാതെ. ദാലികും ഖൈറുൽ ലക്കും, അതാണ് നിങ്ങൾക്ക് നല്ലത്. ലഅല്ലക്കും തദക്കറൂൻ, നിങ്ങൾ ചിന്തിക്കുന്നവരാണെങ്കിൽ. അപ്പൊ സ്വാഭാവികമായും ഈ ആയത്ത് പ്രകാരം നമ്മുടേതല്ലാത്ത ഏത് വീട്ടിലും പ്രവേശിക്കുമ്പോഴും, അത് രക്തബന്ധുവിന്റെ വീടാവാം, അകന്ന ബന്ധുവിന്റെ വീടാകാം, അടുത്ത ബന്ധുവിന്റെ വീടാവാം, മാതാപിതാക്കൾ താമസിക്കുന്ന വീടാവാം, നമ്മൾ മാറി താമസിക്കുന്നു, മാതാപിതാക്കൾ വേറെ വീട്ടിലാണ്, അല്ലെങ്കിൽ ജ്യേഷ്ഠന്റെ വീടാവാം, അങ്ങനെ ഏത് വീട്ടിലാണെങ്കിലും സലാം പറയുകയും അവരോട് അനുവാദം അഥവാ സ്വാഭാവികമായും കയറിയിരിക്കൂ എന്ന് പറയണമെന്നില്ല. അവർ നമ്മളെ സ്വാഭാവികമായും അവരുടേതായ ശൈലിയിൽ ക്ഷണിക്കുന്ന ക്ഷണം, അതാണ് ഉദ്ദേശിക്കുന്നത്. ആ ക്ഷണം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ. എന്തിനേറെ പറയുന്നു, സ്വന്തം മാതാവിന്റെ വിഷയത്തിൽ സഫ്വാൻ ഇബ്നു സുലൈം അതാ ഇബ്നു യസാറിൽ നിന്ന് ഉദ്ധരിക്കുന്ന റിപ്പോർട്ടിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ ഒരു ഫത്വ ചോദിക്കുകയാണ്. നബിയെ, എൻ്റെ ഉമ്മ ഉള്ള വീട്ടിൽ, എൻ്റെ ഉമ്മയുള്ള മുറിയിൽ, എൻ്റെ ഉമ്മയുള്ള വീട്ടിൽ ഞാൻ പ്രവേശിക്കുമ്പോൾ അനുവാദം ചോദിക്കണോ? അപ്പൊ റസൂൽ പറഞ്ഞു, അതെ, അനുവാദം ചോദിക്കണം എന്ന് പറഞ്ഞു. ഇത് ഇമാം മാലിക് മുവത്തയിൽ ഉദ്ധരിക്കുന്ന സംഭവമാണ്. അപ്പോൾ മാതാപിതാക്കൾ നമ്മുടെ വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ അവിടെ പ്രവേശിക്കുമ്പോൾ പോലും സലാം പറയുകയും അവരുടേതായ ആ അനുവാദം, അത് കയറിയിരിക്കൂ എന്ന് പറയണമെന്നില്ല. അവരുടേതായ ആ ഒരു അനുവാദത്തിന്റെ രീതിയും രൂപവും നമുക്ക് കാണുമ്പോൾ അറിയാം. അത് ലഭിച്ചെങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ ഉള്ളിൽ കയറാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം ആളില്ല എന്ന് കരുതിയിട്ട് നമ്മളവിടെ ഒളിഞ്ഞു നോക്കുവാനോ എത്തി നോക്കുവാനോ റൂം തുറന്ന് ഉള്ളിലേക്ക് അനുവാദമില്ലാതെ കയറുവാനോ പാടില്ല എന്നുള്ളതാണ് ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.